ഇതാണ് ഷിഫാലി വർമ്മ. ഫ്രീ ഹിറ്റ് കിട്ടിയ ബോളിൽ സിക്സ് അടിക്കാൻ പറ്റാത്തതിന്റെ കലിപ്പാണ് പുള്ളിക്കാരി കാണിക്കുന്നത്. എന്നാൽ ഇത് തൊട്ടടുത്ത ബോളിൽ ബൗണ്ടറി അടിക്കുന്ന ഷിഫാലിയാണ്. ലിറ്ററലി ഇത് തന്നെയായിരുന്നു ഷിഫാലി വർമ്മയുടെ ലൈഫിലും സംഭവിച്ചത്. ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന പേരുള്ള ഷിഫാലി വർമ്മയാണ് അണ്ടർ-19 വേൾഡ് കപ്പ് ഇന്ത്യക്ക് വേണ്ടി നേടിക്കൊടുത്തത്. എന്നാൽ ഇത്തവണ ഫോം ഔട്ട് ആയിരുന്ന ഷിഫാലി വർമ്മയ്ക്ക് ഒരു വർഷമായിട്ട് ഇന്ത്യൻ ടീമിൽ സ്ഥാനമേ ഇല്ല. ഇന്ത്യയിൽ നടക്കുന്ന, സ്വന്തം നാട്ടിൽ നടക്കുന്ന വേൾഡ് കപ്പ് വീട്ടിൽ TV ഇരുന്ന് കാണേണ്ട അവസ്ഥയായിരുന്നു ഷിഫാലി വർമ്മയ്ക്ക് ഉണ്ടായത്. എന്നാൽ ഇതിലൊന്നും അവൾക്ക് ആരോടും ഒരു വിരോധമോ പരിഭവമോ ഇല്ലായിരുന്നു. ഈ സമയങ്ങളിലെല്ലാം തന്നെ ഷിഫാലി വർമ്മ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ തന്റെ ഫോം വീണ്ടെടുക്കുവാനുള്ള പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് TV കണ്ടുകൊണ്ടിരുന്ന ഷിഫാലി വർമ്മയ്ക്ക് ഇന്ത്യൻ നാഷണൽ ടീമിൽ നിന്ന് ഒരു കോള് വരുന്നത്. ഷിഫാലി, നീ വേഗം ഇന്ത്യൻ ടീമിനോടൊപ്പം വേൾഡ് കപ്പ് സ്ക്വാഡിൽ ജോയിൻ ചെയ്യണം. കാരണം വേറൊന്നുമല്ല, വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി ഓപ്പണിംഗ് ഇറങ്ങിയിരുന്ന പ്രതിക രാവലിന് അൺഎക്സ്പെക്ടഡ് ഒരു ഇഞ്ചറി സംഭവിക്കുകയും അത് റിപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫാലി വർമ്മയെ ഓപ്പണർ ആയിട്ട് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ചെയ്യുകയും ചെയ്തു. നീണ്ട ഒരു വർഷത്തിന് ശേഷം ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് തിരിച്ചു വന്ന ഷിഫാലിക്ക് നേരിടേണ്ടി വന്നത് വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ മാച്ചായിരുന്നു. എന്നാൽ അവർ വിചാരിച്ചൊരു പെർഫോമൻസ് പുറത്തെടുക്കുവാൻ കഴിയാതെ നിരാശരായി മടങ്ങേണ്ട അവസ്ഥയാണ് ഷിഫാലിക്ക് അന്ന് വന്നത്. എന്നാൽ വേൾഡ് കപ്പ് ഫൈനലിൽ ഷിഫാലിക്കായി കാലം കാത്തുവച്ചിരുന്നത് 47 വർഷമായിട്ട് കൈയെത്തിപ്പിടിക്കാൻ പറ്റാത്ത ആ വേൾഡ് കപ്പ് ട്രോഫി തന്നെയായിരുന്നു. ഒരു വേൾഡ് കപ്പ് ഫൈനലിൽ കളിക്കുന്ന ഭയമോ പേടിയോ ടെൻഷനോ ഒന്നുമില്ലാതെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ആഞ്ഞടിക്കുന്ന ഷിഫാലി വർമ്മയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. 78 ബോളുകളിൽ 87 റണ്ണെടുത്ത ഷിഫാലി വർമ്മ സൗത്ത് ആഫ്രിക്കയുടെ 2 ക്രൂഷ്യൽ വിക്കറ്റുകളും എടുത്ത് ഇന്ത്യയുടെ ഈ ചരിത്ര വിജയത്തിന് നെടുന്തൂണായിട്ട് നിന്നു. സെമി ഫൈനലിലെ ജമീമയുടെ പെർഫോമൻസ്, ഫൈനലിലെ ഷിഫാലി വർമ്മയുടെ പെർഫോമൻസ്, ഇവിടെ രണ്ടുപേരുടെ നാൾ വഴികൾ, കാരണം അപ്പ് ആൻഡ് ഡൗൺസിലൂടെ കടന്നു വന്നവരാണ്. ഇതൊക്കെ ശരിക്കും നമ്മുടെ സമൂഹത്തിന് വലിയൊരു മോട്ടിവേഷനാണ് നമുക്ക് എല്ലാവർക്കും. കാരണം തോൽവി ഉണ്ടാകും, പക്ഷെ ആ തോൽവി എപ്പോഴും ഒരിടത്ത് കിടക്കില്ല, തോൽവിയായിട്ട് കിടക്കില്ല. പക്ഷെ നമ്മൾ പരിശ്രമിക്കണം. പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം പോലും സാഹചര്യങ്ങൾ പോലും നമുക്ക് അനുകൂലമാകുമെന്ന് പറയുന്നതിന് വലിയൊരു ഉദാഹരണം കൂടിയാണ് ഈ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടത്. സെമിയിൽ ജമീമയാണെങ്കിൽ ഫൈനലിൽ ഷിഫാലി വർമ്മ. എന്നാൽ ഈ ടൂർണമെന്റ് ഉടനീളം വേൾഡ് കപ്പിൽ ഇന്ത്യയെ താങ്ങി നിർത്തിയ ഒരു പെൺപുലിയുണ്ട്, ഇന്ത്യയുടെ തിലകക്കുറി. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഇന്ത്യക്ക് വലിയ നേട്ടങ്ങൾ സമ്മാനിച്ച ദീപ്തി ശർമ്മ. 2011 നമ്മുടെ യുവരാജ് സിംഗിന്റെ അതേ പെർഫോമൻസ് റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് തോന്നിപ്പിക്കുന്ന പെർഫോമൻസ് കാണിച്ച ആ പെൺപുലിയുടെ കഥ കേൾക്കണ്ടേ? അത് അടുത്ത വീഡിയോയിൽ കേൾക്കാം.